എല്ലാവർക്കും നമസ്കാരം. ഡൽഹി സൽത്തനേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അറബികളുടെ സിന്ധ് ആക്രമണത്തെക്കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. അറബ് ലോകവുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഉദയത്തിന് വളരെ മുമ്പ് തന്നെ ആരംഭിച്ച ഒന്നാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പല തുറമുഖങ്ങളിലും അറബികൾക്കായിരുന്നു വ്യാപാര കുത്തക ഉണ്ടായിരുന്നത്. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ അറബികൾ ഇവിടെ സ്ഥിരതാമസമാക്കുകയും ഇസ്ലാം മതം അനുവർത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെ തൽഫലമായിട്ട് പല തദ്ദേശീയരും ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തുകയും ചെയ്തിരുന്നു. പിന്നീടാണ് മുഹമ്മദ് ബിൻ ഖാസിം എന്ന സാഹസികനായിട്ടുള്ളൊരു യോദ്ധാവ് ഇന്ത്യ ആക്രമിച്ചത്. കടൽ കൊള്ളക്കാർ സമുദ്ര വാണിജ്യത്തിന് ഭീഷണിയായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ അറബ് ഗവർണർമാർ ഇന്ത്യൻ തുറമുഖങ്ങളായിട്ടുള്ള ബ്രോച്ച്, ദാബോൽ, മക്രാൻ എന്നിവിടങ്ങളിലേക്ക് ദൗത്യ സംഘങ്ങളെ അയച്ചിരുന്നു. ഈ ദൗത്യ സംഘങ്ങൾക്ക് ഭീഷണിയായിരുന്നത് കടൽ കൊള്ളക്കാർ തന്നെയായിരുന്നു. ഇത്തരം അവസ്ഥയിലായിരുന്നു മുഹമ്മദ് ബിൻ ഖാസിം എന്ന യോദ്ധാവ് ഇന്ത്യ ആക്രമിച്ചത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇറാഖിലെ ഉമയ്യാദ് ഗവർണറായിട്ടുള്ള ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ സാമ്രാജ്യ വികസന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. സിന്ധ് മുതൽ ട്രാൻസ് ഓക്സിയാന വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ കീഴടക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഉമയ്യദ് ഗവർണറായിട്ടുള്ള ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ സ്വപ്നമായിരുന്നു. ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള 17 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ബിൻ ഖാസിം ആയിരുന്നു. നമ്മൾ ഓൾറെഡി മുഹമ്മദ് ബിൻ ഖാസിമിനെ കുറിച്ചിട്ട് പറഞ്ഞു. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം കറാച്ചിയിലെ ഒരു ഉൾനാടൻ തുറമുഖമായിട്ടുള്ള ദബാളിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ഒരു ബ്രാഹ്മണ ആക്രമണകാരിയായിട്ടുള്ള ചാച്ചിൻ്റെ മകനായിട്ടുള്ള ദാഹിർ ആയിരുന്നു അപ്പോൾ സിന്ധ് ഭരിച്ചിരുന്നത്. അപ്പോൾ ദാഹിറിൻ്റെ സൈന്യം ശക്തമായി പ്രതിരോധിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ അറബികളുടെ കൽപ്പീരങ്കി ആക്രമണങ്ങൾക്ക് മുന്നിൽ അവർ കീഴടങ്ങുകയും ചെയ്തു. പിന്നീടുണ്ടായിട്ടുള്ള ശക്തമായ യുദ്ധത്തിനൊടുവിൽ ദാഹിർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. 713 തുടക്കത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം മുൾട്ടാൻ ആക്രമിച്ചു കീഴടക്കുകയും ഈ കാലത്ത് എഴുതപ്പെട്ട ചാച്ച്നാമ എന്ന കൃതി മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഭരണ നടപടികളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ്. ഇതിൽ നാവിക കരസേനകളെ യോജിപ്പിച്ചുകൊണ്ട് പോരാട്ടം നടത്താനുള്ള മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ കഴിവുകളെ പ്രകീർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ആക്രമണത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണായിട്ട് പറയാനുള്ളത് അറബികളും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങൾ. രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് അറബികൾ പ്രാദേശിക സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രാദേശിക സംസ്കാരവുമായിട്ട് അറബികൾ ഇഴുകിച്ചേർന്നു. മൂന്നാമതായിട്ട് അറബി ഇന്ത്യൻ സാംസ്കാരിക വിനിമയം സാധ്യമായി. ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ധർമ്മശാസ്ത്രം, ഭരണം തുടങ്ങിയ മേഖലകളിലെ സംസ്കൃത ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് സൽത്തനേറ്റിൻ്റെ ആധിപത്യത്തെക്കുറിച്ചിട്ട് ഒന്ന് പരിശോധിക്കാം. 13-ാം നൂറ്റാണ്ടിലാണ് ഡൽഹി സുൽത്താൻമാർ ഉത്തരേന്ത്യയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. സൽത്തനേറ്റ്, ഭരണകൂടം, സമൂഹം എന്നിവയുടെ വിശദാംശങ്ങൾ പറയുന്നതിന് മുൻപ് നമുക്ക് പൂർവ്വചരിത്രം ഒന്ന് നോക്കാം. അബ്ബാസിദ് ഖലീഫേറ്റിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പശ്ചിമ മധ്യ ഏഷ്യയിൽ ഉയർന്നു വന്ന ഗസ്നാവിദ്, ഗുറിദ് രാജവംശങ്ങളിലാണ് സൽത്തനേറ്റിൻ്റെ വേരുകൾ എത്തിച്ചേരുന്നത്. 9-ാം നൂറ്റാണ്ടിൽ അബ്ബാസിദ് രാജവംശത്തിൻ്റെ തകർച്ച ആരംഭിച്ചപ്പോൾ നിരവധി രാജ്യങ്ങൾ ഉയർന്നു വരികയും പിന്നീട് അവ സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് മാറുകയും ചെയ്തു. എങ്കിലും ഇവയെല്ലാം തന്നെ ഖലീഫയുടെ പരമാധികാരത്തെ അംഗീകരിക്കുകയും അവരുടെ അധികാരം ഖലീഫയിൽ നിയമവിധേയമാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഭരണാധികാരികൾ സുൽത്താൻമാർ എന്ന് കാലക്രമേണ അറിയപ്പെടാൻ തുടങ്ങി. ഇവരിൽ ഭൂരിഭാഗവും തുർക്കി രാജവംശജരായിരുന്നു. നാടോടികളായ തുർക്കി വംശജർ ഈ പ്രദേശങ്ങളിലെ സ്ഥിരവാസ സമൂഹങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുന്നതിലൂടെ രൂപീകരിക്കപ്പെട്ടവയാണ് ഗസ്നാവിദ്, സെൽജുക്ക് രാഷ്ട്രങ്ങൾ എന്നിവ. അബ്ബാസിദ് സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന രാജവംശങ്ങളിൽ ഏറ്റവും ശക്തമായത് സമാനിദ് രാജവംശമായിരുന്നു. പിന്നീട് ഗസ്നാവിദുകൾ അധികാരത്തിൽ എത്തി. പിൽക്കാലത്ത് ആദ്യം സെൽജുക്കുകളും പിന്നീട് ഖാരിസ്മികളും ഗസ്നാവിദുകളെ പരാജയപ്പെടുത്തി. ഇവർ തമ്മിൽ നടന്ന പരസ്പര യുദ്ധങ്ങൾ സൈനിക വളർച്ചയ്ക്ക് കാരണമാക്കുകയും അത് ഇന്ത്യക്ക് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്തു. ഗസ്നിയിലെ മഹ്മൂദിനെ കുറിച്ചിട്ട് പറയാം. ആ കാലഘട്ടത്തിൽ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു മഹ്മൂദ്. അദ്ദേഹം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിലൂടെ ധാരാളം ധനം സമ്പാദിച്ചിരുന്നു. അദ്ദേഹം 17 പ്രാവശ്യം ഉത്തരേന്ത്യയിൽ ആക്രമണം നടത്തുകയും പഞ്ചാബ് കീഴടക്കുകയും ചെയ്തിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സമ്പന്നമായ ഇന്ത്യൻ ക്ഷേത്രങ്ങളാൽ ആകർഷിക്കപ്പെട്ട മഹ്മൂദ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള മഹത്തായ ഇന്ത്യൻ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിരുന്നു. കൂടാതെ ഗുജറാത്ത് ആക്രമിക്കുന്നതിലൂടെ അറബി വ്യാപാരികൾ കടൽമാർഗം നടത്തിയിരുന്ന കുതിരക്കച്ചവടം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അതുവഴി ഗസ്നിയിലെ കുതിരക്കച്ചവടക്കാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നുവെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഇസ്ലാം പ്രചരിപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു. പഞ്ചാബിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ മറുഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. രജപുത്രർ ഗസ്നിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തിരുന്നുവെങ്കിലും ആക്രമണോത്സുകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുതിരപ്പടക്കു മുന്നിൽ അവർ തകർന്നു പോവുകയാണ് ചെയ്തത്.
മുഹമ്മദ് ഗസ്നിയുടെ മരണത്തോടെ ഗസ്നാവിദ് രാജവംശം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും പഞ്ചാബിലെയും സിന്ധിലെയും ഗസ്നാവിദ് അധികാരം 1175 വരെ നിലനിന്നിരുന്നു. പിന്നീട് ഗോറികൾ ഗസ്നാവിദുകളെ കീഴടക്കുകയും പ്രധാന ശക്തികളായിട്ട് ഗോറികൾ ഉയർന്നു വരികയും ചെയ്തു. പഞ്ചാബിനും അപ്പുറം ഇസ്ലാമിൻ്റെ സാന്നിധ്യം അവർ വ്യാപിപ്പിച്ചിരുന്നു. ആധുനിക അഫ്ഗാനി ഭാഗങ്ങളിൽ സ്ഥിരതാമസമാക്കിയ കിഴക്കൻ പേർഷ്യൻ അഥവാ തജിക് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഗോറികൾ എന്ന് ഹിസ്റ്റോറിയനായിട്ടുള്ള ആൻഡ്ര വിങ്ക് പറയുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.